യാത്ര എന്ന് പറയുന്നത് തന്നെ ഒരു ശിക്ഷയെ. അതുകൊണ്ടാണ് യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഇജാബത്തുണ്ടല്ലോ, യാത്രക്കാരൻ്റെ ദുആയ്ക്ക് ഉത്തരമുണ്ടല്ലോ. അത്രയും കഷ്ടപ്പാടാ യാത്ര എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ ബിന്നിൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് എന്ന റബ്ബിനെ കുടുംബത്തെ ഏൽപ്പിച്ച് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ യാത്ര തുടങ്ങണം. അപ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദീൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ എനിക്ക് നീ വഴി കാണിച്ചു തരണം, എനിക്ക് ശരിയായ മാർഗം നീ കാണിച്ചു തരണം, എനിക്കറിയാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ പോകുകയാ, എന്നെ നീ സഹായിക്കണേ എന്ന് ആദ്യം ദുആ ചെയ്ത് റബ്ബിനെ ഏൽപ്പിച്ചിട്ടാ പോയത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പണ്ടങ്ങനാണ്. ഏത് വിഷയമുണ്ടെങ്കിലും ഏത് കാര്യമുണ്ടെങ്കിലും നിസ്കരിച്ച് ദുആ ചെയ്തിട്ടാ പോകുക. കച്ചവടമാണെങ്കിലും, ഈ പ്രായമുള്ളവർക്കൊക്കെ അറിയാം, കച്ചവടമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും നിസ്കരിച്ചിട്ടാ പോകാറ്. അതുപോലൊരു കാര്യമാണ് സദക്കം കൊടുക്കുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളൊക്കെ കണ്ടിട്ടില്ലേ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ എക്സാമിന് പോകുമ്പോൾ സദക്ക കൊടുക്കും. പണ്ടിരുന്നുണ്ട്, വീട്ടിൽ ആദ്യം ഒരു തെങ്ങ് വെച്ചു, വീട്ടിലൊരു തെങ്ങ് വെച്ചു, തേങ്ങ കളിച്ചാൽ ആദ്യത്തെ തേങ്ങ പള്ളിക്കുള്ളതാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കോഴിയെ വെച്ച് വിരിച്ചാൽ ഒരു കോഴി പള്ളിക്കുള്ളതാ. ഇന്നൊക്കെ ഉണ്ടോ? ഇന്ന് അതിനെ കൂടെ വെട്ടി നമ്മൾ തിന്നും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ ഇതൊക്കെ കൊടുക്കണത്? പണ്ടങ്ങനെ ഉണ്ടായിരുന്നു, കാരണം അതിലൊക്കെയായിരുന്നു ബർക്കത്ത്. ഇന്നതൊക്കെ നഷ്ടപ്പെട്ടു പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഈ ചരിത്രം പഠിപ്പിച്ചു തരുന്ന ഒന്നാമത്തെ പാഠം, ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് വേണം ഇറങ്ങാൻ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ഒന്നാമതായി ഖുർആൻ പറയുന്നു, വലമ്മാ തവജ്ജഹ തിൽഖാ മദിയൻ ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാ അസ്സബീൽ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ദർബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് ദുആ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ, ഇനിയുള്ള കാര്യങ്ങളിലുമെങ്കിലും നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിയണം. നിങ്ങൾ എന്തിനിറങ്ങിയാലും അല്ലാഹുവിനോട് ദുആ ചെയ്യണേ. അല്ലാഹുവിനെ ഏൽപ്പിച്ചിട്ടാണ് ഇറങ്ങുന്നത്, അല്ലാതെ നിന്റെ മക്കളുടെ കഴിവ് കൊണ്ടല്ല, നിന്റെ മക്കളുടെ കഴിവ് കൊണ്ടല്ല. എല്ലാ കാര്യങ്ങളും അല്ലാഹുവാണ് നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് നിയന്ത്രിക്കുന്ന അല്ലാഹുവിന്റെ കയ്യിൽ നിന്റെ കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ട് നീ പോകണേ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ